പറഞ്ഞു കഴിഞ്ഞാൽ അനിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇല്യൂഷനാണ്, അതൊരു മൂവ്മെന്റിന്റെ ഒരു ഇല്യൂഷനെയാണ് നമ്മൾ നോർമലി അനിമേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ 2D ഇമേജസോ ഡ്രോയിങ്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഗ്രാഫിക്സിലോ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അനിമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോറി ബോർഡ് വേണം, അതുപോലെ ഡിസൈനിങ്ങും ബാക്ക്ഗ്രൗണ്ടും, എന്നിട്ട് അനിമേഷൻ അതിനെ ഫ്രെയിം ബൈ ഫ്രെയിം നമ്മൾ അനിമേഷൻ ചെയ്യുന്നതാണ്. അതേപോലെ പല പല ഇൻഡസ്ട്രീസിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. TV-യിൽ, വീഡിയോ ഗെയിംസിൽ, അഡ്വർടൈസ്മെന്റിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട്, ലോക്ക്ഡൌണിന് ശേഷം ഇതെല്ലാം വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. അത് പല ടൈപ്പ് ഓഫ് അനിമേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ട്രഡീഷണൽ ഹാൻഡ് ഡ്രോയിങ് അനിമേഷൻ, അതേപോലെ സ്റ്റോപ്പ് മോഷൻ, കമ്പ്യൂട്ടർ ജനറേറ്റഡ് അനിമേഷൻ, അങ്ങനെ വിവിധ തരത്തിലുള്ള അനിമേഷൻസ് നമുക്കുണ്ട്. സെറ്റ്സ് ഓഫ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യാം. ഹാൻഡ് ഡ്രോൺ അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആർട്ടിസ്റ്റ് ഓരോന്നായിട്ട് വരയ്ക്കുന്നത്. സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇമേജും ഫിസിക്കലായിട്ടുള്ള ഇമേജസിനെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് ഓരോ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള അനിമേഷൻസ് നമുക്ക് ഉള്ള സോഫ്റ്റ്വെയർസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അഡ്വാൻസ്ഡ് ടെക്നോളജീൻ്റെ അകത്ത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള അനിമേറ്റഡ് മൂവ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് അല്ലെങ്കിൽ ഒരു വിഷ്വലി നമ്മൾ ഒരു പർട്ടിക്കുലർ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ അനിമേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.